ഹലോ. അപ്പോൾ നമ്മൾ അംഗനവാടിയിൽ പോഷകദിനം ആഘോഷിക്കാൻ പോയതാണ് കേട്ടോ. കുറച്ച് ദിവസമായി ആഘോഷിച്ചെങ്കിലും എൻ്റെ മടിയും ഒരു തിരക്കും കാരണം ഇതൊന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോഷകദിനം എന്താ പറയുക, നമ്മൾ ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡ് ഇല്ലാതെ ഒരാഴ്ച എത്തുമ്പോഴെങ്കിലും നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്തായാലും കഴിച്ചിരിക്കുമല്ലേ. ഒന്നില്ലെങ്കിൽ ഒരു ഷവർമ അല്ലെങ്കിൽ ഷവായി അൽഫാം അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ ഐറ്റംസ്, അതായത് പോഷകം അടങ്ങിയിട്ടുള്ള ഐറ്റംസ് വളരെ കുറവായിരിക്കും കഴിക്കേണ്ടാവുക. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ആവിയിൽ വേവിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എണ്ണക്കടികളൊക്കെ കുറവായിരിക്കും. എന്താ പറയുക, അട, കൊഴുക്കട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ പാൻ കേക്ക് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇന്നതൊന്നും കാണാൻ കിട്ടില്ല. കാരണം കുട്ടികൾക്ക് അതൊന്നും വേണ്ട. ബർഗർ, ബ്രെഡ്, അത് ഇത് തേങ്ങ മാങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മതി. പക്ഷേ എന്താ പറയുക, അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അംഗനവാടിയിൽ നടത്തുന്ന ഒരു ദിവസമാണ് പോഷക ദിനം. അങ്ങനെ ഈ ഒരു മാസം ഫുൾ അങ്ങനെ ഒരു ഇത് വേണമെന്നാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം. അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ചിട്ട് കുട്ടികൾ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് പേരൻസ് ഉണ്ടായിരുന്നു. ഇക്കൊല്ലം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഐറ്റംസും കുറവാണ്. എന്നാലും ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയത് ക്യാരറ്റ് ഹൽവയും പിന്നെ നമ്മുടെ കഞ്ഞിപ്പയറിൻ്റെ ഉണ്ടയാണ് ഉണ്ടാക്കിയത്. ക്യാരറ്റ് ഹൽവയുടെ ആ ഭാരത് എൻ്റെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കൊച്ചുങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര ഹാപ്പി. കാരണം ഇത്ര ഐറ്റംസ് കാണുന്നത്, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കാണുന്നത്, അപ്പോൾ ഭയങ്കര ഹാപ്പി. കൂടുതൽ പേർക്കും കുട്ടികൾക്ക് നൂലപ്പത്തിനോടായിരുന്നു കേട്ടോ താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ വേഗം നൂലപ്പം വന്ന് പിടിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ. കണ്ടടാ കൊച്ചു സുന്ദരി കിടന്ന് ഉറങ്ങണ നേരത്തായിരുന്നു ഈ സംഭവം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ എനിപ്പിച്ചപ്പം ഉറക്കം തൂങ്ങിയിട്ടെടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. റബ്ബേ, കാണാൻ എന്തൊരു ചന്ത. അങ്ങനെ അത് എന്താ പറയുക, കിണ്ണത്തപ്പം, ക്യാരറ്റ് ഹൽവ, ചിരട്ടപ്പുട്ട്, പഴം, നൂലപ്പം, പിന്നെ എൻ്റെ കഞ്ഞിപ്പയറിൻ്റെ ഉണ്ട, പിന്നെ കിണ്ണത്തപ്പം. അങ്ങനെ എൻ്റെ സുന്ദരി കിടന്നുറങ്ങാണ് കേട്ടോ. അതിനെ പിന്നെ വിളിച്ചിട്ടും എനിക്കുന്നില്ല. പിന്നെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ടീച്ചർ. അതുകൊണ്ട് വിളിക്കാനും പോയില്ല. അങ്ങനെ എന്താ പറയുക, വലിയ വലിയ ഐറ്റംസ് ഒന്നും പിടിക്കാൻ പോയില്ല, അധികം ഇതാക്കാൻ നിന്നില്ല. അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കുറച്ച് കുട്ടികൾ ലീവും ഉണ്ട്. അങ്ങനെ എന്താ പറയുക വലിയ തിരക്കേടില്ലാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യട്ടോ.